അങ്ങനെ വിഷു ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. പാർക്കുട്ടിക്ക് ഇത് അമ്മൂമ്മ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇതെന്റെ മാമന്റെ മോളാണ്. അമ്മു കണി വെച്ചിരുന്ന ഫ്രൂട്ട്സ് എല്ലാം കഴിക്കുന്ന തിരക്കിലാണ് കേട്ടോ അവള്. ഞാനിതേ അമ്മായിയുടെ പാട്ടും ആസ്വദിച്ച് മാങ്ങ തൊലിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. പാർക്കുട്ടി ടെഡ്ഡി ബെയറിന് തൊട്ടിലും കെട്ടി കളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരു മെഗാ ഗാനമേള തന്നെ നടക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. കോപ്പിറൈറ്റിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ പാട്ട് മ്യൂട്ടാക്കി വെച്ചിട്ടുള്ളത്. അമ്മതേ പാട്ടുപാടി തകർത്തോണ്ടിരിക്കുന്നുണ്ടായിരുന്നേ. അമ്മ ഇതേ ജ്യൂസ് എല്ലാം സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ടേ. ഇത് ആദു, അമ്മു ആദു ട്വിൻസ് ആണ് കേട്ടോ. അങ്ങനെ പാട്ടുപാടിയതിന്റെ ക്ഷീണം തീർക്കാൻ അമ്മതേ ജ്യൂസ് എല്ലാം കുടിച്ച് സെറ്റ് ആവുന്നുണ്ട് കേട്ടോ. ഇവിടെ എല്ലാവരും ഒരുമിച്ച് കൂടി കഴിയുമ്പം എപ്പോഴും പാട്ടും ബഹളമൊക്കെ ആയി ഒരു ഉത്സവ പ്രതീതി തന്നെയാണ്. ഇതെന്റെ അനിയൻ കുട്ടമാമനും പാറുക്കുട്ടിയും എപ്പോഴും ഇതുപോലെ തന്നെയാണ് കേട്ടോ. അങ്ങനെ പുറത്തത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മുറ്റത്തേക്ക് ഇറങ്ങിയതാണേ. ഇതെല്ലാം മാമന്റെ കൃഷികളാണ് കേട്ടോ. നന്നായിട്ട് തന്നെ വഴുതന കായ്ച്ചിട്ടുണ്ടേ. താഴെ കുഞ്ഞി കറിവേപ്പിലേന്റെ തൈകളാണ് കേട്ടോ മുളച്ചു നിൽക്കുന്നത്. ഈ ടയറൂഞ്ഞാലിൽ കയറി കളിക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ പാറുക്കുട്ടി. പക്ഷെ അത് കേടായിരുന്നേ. പുറകിൽ കാണുന്നത് ഞങ്ങളുടെ തറവാടായിരുന്നേ. ഇപ്പൊ ഇത് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു മാവില് അത്യാവശ്യം മാങ്ങ കായ്ക്കാറുണ്ടേ. അങ്ങനെ പാറുക്കുട്ടി ഈ മാങ്ങ പറിക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മാമ്മമാരെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാന്ന് പറഞ്ഞ് ഇറങ്ങിയതാണേ. വല്ലപ്പോഴും ഒരു ഫംഗ്ഷൻ എല്ലാം വരുമ്പോഴാണ് കേട്ടോ എല്ലാരും ഇപ്പൊ ഒരുമിച്ച് കാണുന്നത്. അങ്ങനെ വിശേഷങ്ങളെല്ലാം പറഞ്ഞ് ഞാനിതേ വല്യമ്മയുടെ വീട്ടിലേക്ക് പോവാണേ. ഇതെന്റെ അമ്മയുടെ ചേച്ചിയുടെ വീടാണ് കേട്ടോ. ഇവിടെ എല്ലാവരും ഒരേ കോമ്പൗണ്ടിൽ തന്നെയാണ് കേട്ടോ വീട് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്തൊരു ഫംഗ്ഷൻ വരുമ്പോഴും എല്ലാവരും ഒരുമിച്ചുണ്ടാവും കേട്ടോ. അങ്ങനെ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങളിത് തിരിച്ചു പോവാനായിട്ടുള്ള ഒരുക്കത്തിലാണേ. ഇതാണ് ഈ വല്യമ്മ. ഇത് വല്യമ്മയുടെ മോളാണ് കേട്ടോ. ഇത് പാറുക്കുട്ടിയുടെ അമ്മൂമ്മ. ഇതാണ് ഗൈസ് എന്റെ അമ്മൂമ്മ. ഈ അമ്മൂമ്മ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ഗൈസ്. അങ്ങനെ അമ്മൂമ്മയുടെ ഗിഫ്റ്റ് എടുത്ത് ഞങ്ങളിതേ പോവാൻ ഇറങ്ങുകയാണ്. അങ്ങനെ യാത്ര പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയായി. 3 മാസം വെക്കേഷനായി കഴിയുമ്പോൾ ഞാൻ ഓടിയെത്തിയിരുന്നൊരു സ്ഥലമാണ് ഇത്. അന്ന് ഞങ്ങളുടെ വരവും കാത്ത് അവിടെ അമ്മമ്മയും അമ്മച്ചനെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് അവരാരും ഇല്ല. ഇവിടെ വരുമ്പോൾ പണ്ടത്തെ ഓർമ്മകളാണ് കേട്ടോ മനസ്സ് നിറയെ. ഞങ്ങളിതേ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ വരുന്ന വഴിക്ക് സ്റ്റുഡിയോയിലാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ കയറിയത് പരപ്പനങ്ങാടി സ്റ്റുഡിയോയിലാണേ. പക്ഷെ നമ്മൾ കരുതിയ പോലെ അവിടെ കളക്ഷൻസ് ഒക്കെ പറ്റ കുറവായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്നൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെയെല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി ഞങ്ങളിതേ വീട്ടിലേക്ക് തിരിക്കുകയാണേ. ഈ കാണുന്നത് പാറുക്കുട്ടി ജനിച്ച ഹോസ്പിറ്റലാണ് കേട്ടോ. വീഡിയോ കാണാം. ബൈ ബൈ. See you. Love you guys. ഉമ്മ.